ജംഷഡ്പൂരിലെ കരീം മാൻഷൻ. അവിടെ അമ്മായിക്കൊപ്പം നിന്ന് പഠിക്കുന്ന ഒരു 9ാം ക്ലാസ്സുകാരൻ. അവൻ താമസിച്ചിരുന്ന വീടിനടുത്തായി 3 സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. അതിൽ 2 വീടിനോട് ചേർന്ന് തന്നെ. സിനിമ കാണാൻ വീട്ടിൽ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ തിയേറ്ററിലെ സ്പീക്കറുകളിൽ നിന്ന് കേൾക്കുന്ന ഡയലോഗുകളും ശബ്ദങ്ങളും ആർക്കും വിലക്കാൻ പറ്റില്ലല്ലോ. അവനിലേക്ക് സിനിമ എത്തി. നന്നായി നുണ പറഞ്ഞിരുന്ന ആ ചെക്കൻ മനസ്സിൽ കഥകൾ മെനയാൻ തുടങ്ങി. ഇങ്ങനെ മെനഞ്ഞ കഥകൾ അവനൊപ്പം വളർന്നു. എപ്പോഴോ അവ പ്രണയ കഥകളായി, അല്ല, അവനവനെ തേടിയുള്ള യാത്രയായി, തമാശയായി, ഹൈവേ ആയി, റോക്ക് സ്റ്റാറായി. ശരികൾക്കും തെറ്റുകൾക്കും അപ്പുറത്തുള്ള മൈതാനിയിൽ നമ്മളെ കാത്തിരുന്ന ഇംതിയാസ് അലി ചിത്രം. ജംഷഡ്പൂർ എന്ന നഗരമാണ് ഇംതിയാസ് അലി എന്ന കലാകാരനെ ആദ്യം തിരിച്ചറിയുന്നത്. അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം പട്നയിൽ കഴിഞ്ഞതൊഴിച്ചാൽ ബാല്യത്തിന്റെ ഭൂരിഭാഗവും ഈ നഗരത്തിലാണ് ഇംതിയാസ് ചെലവഴിച്ചത്. അവിടെ DBMS ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു പഠനം. ചെറുപ്പത്തിലെ ഇംഗ്ലീഷ് കവിതകൾ എഴുതും. 9ാം ക്ലാസ്സിൽ വെച്ചാണ് ആദ്യ ശ്രമം. ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് കവിത. ഇംഗ്ലീഷ് ടീച്ചർ ദീപാദാസ് എൻഗുത്ത ആ കവിത വായിച്ചു. അവനെ അഭിനന്ദിച്ചു. അവിടെ നിന്നാണ് എഴുത്തിന്റെ തുടക്കം. എഴുത്തിലൂടെ അവൻ അവനെ അറിയാൻ തുടങ്ങി. ഈ ചെറിയ ഇംഗ്ലീഷ് കവിതകൾ പതിയെ സ്കിറ്റുകളിലേക്കും സ്കൂൾ നാടകങ്ങളിലേക്കും വികസിച്ചു. കോളേജ് പഠനത്തിനായി രാജ്യ തലസ്ഥാനത്താണ് ഇംതിയാസ് എത്തുന്നത്. ഹിന്ദു കോളേജ്, ഡൽഹി യൂണിവേഴ്സിറ്റി. പ്രണയത്തിന്റെയും വേർപാടിന്റെയും ഗന്ധമുള്ള ദില്ലി ഗലികൾ ആദ്യം അവനെ കടന്നാക്രമിച്ചു. പിന്നെ വാരിപ്പുണർന്നു. അവനിലെ അംഗ്രേസി മാറ്റിയെടുത്തു. എക്സ്പെരിമെന്റൽ തിയേറ്റർ പരിചയപ്പെടുത്തി. മണ്ഡി ഹൗസിലെ നാടകങ്ങളും നാടക വർത്തമാനങ്ങളും അവനെ സ്വതന്ത്രനാക്കി. ഇംതിയാസ് തെരുവ് നാടകങ്ങൾ എഴുതാനും സംവിധാനം ചെയ്യാനും തുടങ്ങി. പതിയെ മുംബൈയിലേക്ക് കൂടുമാറ്റം. സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമ പഠനം. അപ്പോഴും ഒരു വലിയ തുണ്ടം ഡൽഹി അയാൾ മനസ്സിൽ കരുതിയിരുന്നു. ആ സമയത്ത് പ്രതിഭാ ധാരാളിത്തമായിരുന്നു മുംബൈയിൽ. അനുരാഗ് കശ്യപ്, രാജ്കുമാർ ഹിറാനി, ശ്രീറാം രാഘവൻ, തിഗ്മാൻഷു ധൂലിയ എല്ലാവരും സംവിധായകരാകാൻ ആഗ്രഹിച്ച് നടക്കുന്നു. അതിനായി എഴുത്തിലൂടെ തുടക്കം കുറിച്ചു. ആ നിരയിലേക്ക് ഒരാൾ കൂടി, ഇംതിയാസ് അലി, ഫ്രം ജംഷഡ്പൂർ വയ ദില്ലി. ടെലിവിഷന് വേണ്ടി എഴുതിയാണ് തുടക്കം. കുരുക്ഷേത്ര, ഇംതിഹാൻ, വിറ്റ്നസ്, സ്റ്റാർ ബെസ്റ്റ് സെല്ലേഴ്സ് എന്നിങ്ങനെയുള്ള ഷോകൾക്ക് വേണ്ടി എഴുതി. ഒരു നാൾ ബെസ്റ്റ് സെല്ലേഴ്സിന്റെ അണിയറ പ്രവർത്തകർ ഇംതിയാസിനെ സമീപിച്ച് ഒരു കഥ ആവശ്യപ്പെട്ടു. അവരൊരു 3 പാർട്ട് ടെലിവിഷൻ മൂവി പ്ലാൻ ചെയ്യുന്നു. അതിനാണ് കഥ. ഇംതിയാസ് കഥ പറയുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു. വൈകാതെ സ്ക്രിപ്റ്റ് എഴുത്തിലേക്ക് കടക്കുന്നു. 3 രാത്രി കൊണ്ട് ഇംതിയാസ് തിരക്കഥ പൂർത്തിയാക്കി. പക്ഷേ ആ നേരം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. ആ ഷോ ക്യാൻസലായി. പൂർത്തിയായ ഒരു തിരക്കഥ കയ്യിലുണ്ട്. ഇനി എന്ത് ചെയ്യും? നിർമ്മാതാവിനെ കണ്ടെത്തുക തന്നെ, അല്ല എന്ത് ചെയ്യാൻ? പല വഴി കറങ്ങിത്തിരിഞ്ഞ് ഇംതിയാസ് ഒടുവിൽ സണ്ണി ഡിയോളിന്റെ അടുത്തെത്തി. അക്കാലത്ത് ആക്ഷൻ ഹീറോ ആയി തിളങ്ങി നിന്ന സണ്ണിയോട് ഇംതിയാസ് തന്റെ പക്കലുള്ള പ്രണയ കഥ പറഞ്ഞു. സണ്ണി ഫ്ലാറ്റ് പടം നിർമ്മിക്കാമെന്നേറ്റു. അതാണ് ഇംതിയാസ് അലി സംവിധാനം ചെയ്ത ആദ്യ ചിത്രം സോച്ചാനാഥ. അവിടെ നിന്ന് അങ്ങോട്ട് ഇംതിയാസ് അലി എന്ന ഫിലിം മേക്കർ പ്രണയം പലവിധം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇംതിയാസ് അലിയുടെ സിനിമകൾ വെളിയിൽ നിന്ന് കാണും പോലെ പ്രണയ കഥകൾ മാത്രമല്ല. അവിടെ ഒരു യാത്രയുണ്ട്. ഒരു കഥാപാത്രത്തിലേക്ക് മറ്റൊരു കഥാപാത്രം നടത്തുന്ന യാത്ര, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് തന്നെയുള്ള യാത്ര. സമൂഹം ഞെരിച്ചമർത്തുമ്പോൾ സ്വാതന്ത്ര്യം തേടിയുള്ള, സ്വത്വം തേടിയുള്ള യാത്രയാണ്. ജവ്വി മെറ്റിലായാലും ഹൈവേയിലായാലും തമാശയിലായാലും നമുക്ക് ഈ യാത്ര കാണാം. ജവ്വി മെറ്റിൽ ഒരു ഘട്ടത്തിൽ ആദിത്യ ഗീതാകുന്നു, ഗീത് ആദിത്യയാകുന്നു. ഈ വെച്ചുമാറൽ ഒരു പക്ഷേ പരസ്പരം തിരിച്ചറിഞ്ഞതിന്റെ ബാക്കി പത്രമാണ്. ഹൈവേയിലെ വീരയിലും ഈ പ്രയാണം കാണാം. അവൾ വന്നിടത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ലക്ഷ്യസ്ഥാനവുമില്ല. ആ വഴിയാണ് അവളെ പ്രചോദിപ്പിക്കുന്നത്. അവിടെയാണ് അവൾക്ക് ജീവിതം അനുഭവപ്പെടുന്നത്. ഇതൊരു തരത്തിൽ സാമൂഹിക നിയന്ത്രണങ്ങളിൽ നിന്നുള്ള മോചനം കൂടിയാണ്. തമാശയിലോ വേദ് എന്ന കഥാപാത്രം ഒരു മുഖംമൂടി അണിഞ്ഞാണ് ജീവിക്കുന്നത്. ഒരു 9 to 5 ജോലി, നല്ല അച്ചടക്കം, നല്ല മകൻ, നല്ല എംപ്ലോയി. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട്. അത് മനസ്സിലാക്കുന്നത് താരയാണ്. നീ ഇതല്ല എന്ന് അവൾ പറയുന്നിടത്ത് ഇതാണ് ഞാനെന്ന് വാദിക്കാനാണ് അവൻ ആദ്യം ശ്രമിക്കുന്നത്. പക്ഷേ ആ മുഖംമൂടി അധികം നാൾ അണിയാൻ അവന് സാധിക്കുന്നില്ല. ആ പ്രണയം, അവളിലേക്കുള്ള ആ യാത്രയാണ് തന്നിലെ സ്റ്റോറി ടെല്ലറിനെ അവന് വീണ്ടും പരിചയപ്പെടുന്നത്, അവന്റെ ഒറ്റപ്പെടൽ നീക്കുന്നത്. റോക്ക് സ്റ്റാറിലും സമാനമാണ് സാഹചര്യം. ജോർദന്റെ ആത്മാന്വേഷണമാണ് അവിടെ പ്രണയം. പ്രണയത്തിലൂടെ ദൈവത്തെയോ അല്ലെങ്കിൽ പരമമായ സത്യത്തെയോ കണ്ടെത്തുക എന്ന സൂഫി ദർശനം കൂടി ഇതിൽ ഒരു ലെയറായി വരുന്നു. വലിയ വേദനയുണ്ടെങ്കിലേ വലിയ കലാകാരനാകൂ എന്ന ഉപദേശം അവനെ പ്രണയത്തിലേക്ക് അടുപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ആ വലിയ വേദന അവളാകുമെന്ന ആദ്യ നോട്ടത്തിൽ തന്നെ അവൻ അറിയാമായിരുന്നു. ഈ സിനിമകളിൽ നായികമാർ ഒരുതരം കാറ്റലിസ്റ്റുകളാണ്.
അവരിലൂടെ അല്ലെങ്കിൽ അവരിലെ പ്രണയമാണ് നായകനെ മാറ്റുന്നത്. മറ്റു ബോളിവുഡ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ സിനിമകളിൽ ഈ നായികയ്ക്കും മാറ്റമുണ്ടാകും. അവളും ഒരു യാത്രയിലാണ്. അത് അവനിലേക്ക് തന്നെ ആകണമെന്നില്ല. പരസ്പരം വളരാനുള്ള ഒരു ഉപാധിയാണ് ഇന്ത്യ സിനിമകളിൽ പ്രണയം. ഈ പ്രണയത്തെ വാക്കുകളിൽ എന്തിനു പറയുന്നു, ദൃശ്യങ്ങളിൽ പോലും പൂർണ്ണമായി ആവിഷ്കരിക്കാൻ സാധിക്കണമെന്നില്ല. അവിടെയാണ് സംഗീതം കടന്നു വരുന്നത്. ഇന്ത്യ സിനിമയിലെ മെയിൻ കഥാപാത്രം പ്രധാനമായും പ്രീതം, AR റഹ്മാൻ എന്നിവരാണ് ഇന്ത്യ സിനിമകൾക്ക് ഈണമിട്ടിരിക്കുന്നത്. അവയിൽ ചിലത് ദൈവവുമായുള്ള ആത്മഭാഷണമാണ്, കുൻഫായ കുൻ പോലെ. ചിലത് പ്രണയ തകർച്ചയുടെ ഈണമാണ്, അഗർ തും സാത്ത് ഹോ പോലെ. ഈ പാട്ടുകളെല്ലാം ഡയലോഗുകളുടെ ബാക്കി കൂടിയാണ്. പാട്ട് തുടങ്ങുന്നതും തീരുന്നതും കാണി അറിയുന്നില്ല. വിശാൽ കാമലിന്റെ വരികളും മോഹിത് ചൗഹാന്റെ ശബ്ദവുമാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. അമർ സിംഗ് ചങ്കീല എന്ന ചിത്രം എടുക്കാം. ഇംതിയാസ് അലി, AR റഹ്മാൻ കൂട്ടുകെട്ടിൽ 2024 പുറത്തിറങ്ങിയ ചിത്രം. അമർ സിംഗ് ചങ്കീല എന്ന പഞ്ചാബി സംഗീതജ്ഞന്റെ ജീവിതകഥ. ചംകീലയുടെ പാട്ടുകളിൽ അശ്ലീലമുണ്ടായിരുന്നു. രതിയും അഗമ്യ ഗമനവുമായിരുന്നു അയാളുടെ വരികൾക്ക് ആധാരം. പഞ്ചാബിലെ തെരുവിൽ, ഇരുട്ടിൽ, വീടുകൾക്കുള്ളിൽ താൻ കണ്ടു വളർന്നത് മാത്രമാണ് അയാൾ എഴുതി പാടിയത്. പക്ഷേ അതിന് അയാൾക്ക് സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. ചംകീലയുടെയും ഭാര്യ അമർജോതിന്റെയും കൊലപാതകത്തിൽ നിന്നാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് കഥ പിന്നിലേക്ക്, ചംകീലയുടെ സംഗീതത്തിലേക്ക്. ചംകീലയുടെയും അമർജോതിന്റെയും സ്റ്റേജ് പെർഫോമൻസുകൾ ദിൽജിത് ദോസഞ്ചും പരിണീതി ചോപ്രയും ലൈവായി പെർഫോം ചെയ്യുകയായിരുന്നു. ചംകീലയുടെ യഥാർത്ഥ പാട്ടുകളിൽ മാറ്റം വരുത്താതെ, അവയുടെ ആത്മാവ് ചോരാതെയാണ് ഇംതിയാസും റഹ്മാനും സിനിമയിൽ അവതരിപ്പിച്ചത്. ആരതി ബജാജ് എന്ന എഡിറ്ററും ഈ സിനിമയിൽ സ്റ്റോറി ടെല്ലർ. എന്താണ് ഇംതിയാസ് സിനിമകൾ കാണികളോട് പറയുന്നത്? ലളിതമാണ്, പക്ഷേ അത് മനസ്സിലാക്കാൻ ഈ തിരക്കേറിയ കോർപ്പറേറ്റ് ലോകത്ത് വലിയ പ്രയാസവുമാണ്. നമ്മുടെ കഥ മറ്റൊരാൾ എഴുതാൻ കാത്തു നിൽക്കരുത്. ആ കഥ എഴുതേണ്ടത് നമ്മളാണ്. പിന്നെ എന്തിനാണ് പ്രണയത്തെ, യാത്രകളെ ഭയക്കുന്നത്?